ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി റംഗ ക്ലബ്. നിങ്ങളുടെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തുടരും. ഡയറക്റ്റഡ് ബൈ തരുൺ മൂർത്തി. സോ സിനിമ എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ അടുത്ത് കണ്ടതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മോഹൻലാൽ സിനിമ ഇതാണ്. ആക്ച്വലി ലൂസിഫറിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടമായ സിനിമ ഇപ്പോൾ ഇതാണ്. ചിലപ്പോൾ ഞാൻ സ്പോയിലേഴ്സ് പറയും, സോ സ്പോയിലർ വാർണിങ്സ്. ഓക്കെ, കുറേ നാൾക്ക് ശേഷം ലാലേട്ടൻ്റെ അഭിനയം കണ്ട് എന്താ പറയുക, കോരി തരിച്ചു പോയി. ലൈക്ക് ഗൂസ് ബംസ് ആയിരുന്നു ഫുള്ള്. പിന്നെ മ്യൂസിക് ആണെങ്കിലും സോങ്സ് ആണെങ്കിലും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ഒക്കെ തന്നെ. BGM ആയാലും മ്യൂസിക് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് സൗണ്ടിൻ്റെ ഇതിൽ ഒറ്റ ഇതുണ്ടായിരുന്നുള്ളൂ. മീൻസ് സ്റ്റാർട്ടിങ്ങിലുള്ള ഫാമിലി പോർഷൻസിൽ സിങ് സൗണ്ട് യൂസ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി ബെറ്റർ ആയേനെന്ന് തോന്നി. അതർ ദാൻ ദാറ്റ് എല്ലാതും ഗുഡായിരുന്നു. ബട്ട് ഞാൻ ലാലേട്ടനെ അഭിനയിച്ച് പൂണ്ട് വിളയാടാനുള്ള ഐറ്റം പടത്തിലുണ്ടായിരുന്നു. സൂപ്പർ. ലൈക്ക് പക്ക. എനിക്ക് ഇതാണ് പക്ക മോഹൻലാലിനുള്ള ഫാൻ ബോയ് സംഭവമായിട്ട് തോന്നുന്നു. മീൻസ് നമ്മൾ ഇഷ്ടപ്പെട്ടും കണ്ടും ഇട്ടുള്ള ലാലേട്ടൻ ഇതാണ്. അല്ലാതെ ഭയങ്കര മാസ് കൊമേഴ്ഷ്യൽ ലാലേട്ടനാൾ കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെട്ട ലാലേട്ടൻ ഇതല്ലേ. സോ എനിക്ക് ഈ പടം പക്ക ഒരു ഫാൻ ബോയ് സംഭവമായിട്ട് തന്നെ ഫീൽ ചെയ്തത്. പിന്നെ ആളെ തന്നെ ആളെ ട്രോള് ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്തൊരു മീൻസ് മറ്റുള്ള സൂപ്പർ സ്റ്റാർസിൽ നിന്ന് മോഹൻലാലും വ്യത്യസ്തമാക്കുന്നത് അത് തന്നെയാണ്. മീൻസ് മറ്റുള്ളവർ ആളെ കളിയാക്കിയ കാര്യങ്ങളും മറ്റുള്ള പടങ്ങളിലത്തെ ട്രോൾ മെറ്റീരിയൽ ഡയലോഗ്സും അതൊക്കെ ആളെ അക്സെപ്റ്റ് ചെയ്ത് ആള് തന്നെ ജോക്കാക്കണുമ്പോൾ വാവ്, അതൊരു ഗ്രേറ്റ് സ്പിരിറ്റ് ആണത്. പിന്നെ ലാലേട്ടൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിലുള്ള ഒരു ചാമുണ്ട്. ലൈക്ക് പഴയ ലാലേട്ടൻ്റെ ചാംസ്. ലൈക്ക് പഴയ ലാലേട്ടനായാലും പുതിയ ലാലേട്ടൻ തന്നെ. സോ ആ ചാമൊക്കെ വീണ്ടും കാണാനേ, മീൻസ് കുറേ കാലം ഈ മസിൽ പിടിച്ച് ഭയങ്കര ബുദ്ധിജീവി പോലത്തെ ഡയലോഗൊക്കെ കേൾക്കണ്. സോ ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു കാണാൻ തന്നെ പടം. ഹീറോ ഒളിക്ക് ഇറങ്ങില്ല, അതിനൊത്ത വില്ലൻ വേണം. സോ വില്ലനായിട്ട് ഇൻസ്പെക്ടറായിട്ട് അഭിനയിച്ചിട്ടുള്ള ആക്ടർ ആള് വന്നപ്പോൾ തന്നെ ഒരു ഒരു പ്രത്യേക വൈബായിരുന്നു. അതാള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ വില്ലൻ ആള് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ വെറുതെ വന്നു പോണ ക്യാരക്ടേഴ്സ് ആണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കഥകൾ, മീൻസ് അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് ഭയങ്കര ഒരു കോമൺ മാനായിട്ട് ലാലേട്ടനെ കാണുമ്പോൾ തന്നെ ഇറ്റ് ഹിറ്റ്സ് ഡിഫറെൻറ്റ്. സോ എന്തായാലും സ്പോയിലേഴ്സ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞാണ്. സോ എനിക്ക് ഇതിലെ ഫൈറ്റ് സീൻസാണ് ആക്ച്വലി ഇഷ്ടമായത്. മീൻസ് എമ്പുരാനത്തെ ബിഗ് ബഡ്ജറ്റ് ഫേസ് ഓഫ് അല്ലെങ്കിൽ ഫിലിം ഷേക്കിലൊക്കെ പറയുന്ന ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് എല്ലാവരും കൂടി എത്തിച്ചേർന്നിട്ടുള്ള ആ ഫൈറ്റ് സീനുകൾ എനിക്ക് ഇഷ്ടം. ഇങ്ങനത്തെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, ഫുള്ളി റിയലിസ്റ്റിക് അല്ലെങ്കിലും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഫൈറ്റ് സീൻസ് ആണ്. ലാലേട്ടൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കാണണോ ഇതിൽ. ലൈക്ക് ആള് ഒരു ഒരു തിണ്ണ പോലത്തെ സാധനത്ത് ചാടി ഇറങ്ങുന്നിട്ട് എൻ്റെ മോനെ എന്തൊരു ഫ്ലെക്സിബിൾ ആള്. ഇത് ഫ്രീ ആള്. ആളെ മുഖത്ത് തന്നെ ഉണ്ട് ആൾക്ക് അതൊരു ഭയങ്കര സുഖമാണ്. മീൻസ് എമ്പുരാനിലൊക്കെ എനിക്ക് ഫൈറ്റ് സീൻസ് ഭയങ്കര വെച്ച് കെട്ടിയ ഫീലായിരുന്നു മൊത്തത്തിൽ. പക്ഷെ ഇത് സൂപ്പർമാൻ. ഡയറക്ഷൻ ആയാലും സ്റ്റണ്ട് കൊറിയോഗ്രാഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും പൊളിച്ചിട്ടുണ്ട് എല്ലാവരും. വാവ്. മാൻ, ആളെന്തുകൊണ്ട് ലെജൻഡ് ആയെന്ന് അതിൻ്റെ ഒരു ഗ്ലിംസ് നമുക്ക് ഈ പടത്തിൽ കാണാം. സോ ഇറ്റ്സ് വർത്ത് വാച്ചിങ് മാൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ.